പാർലമെന്റ് അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഓരോ കമ്പ്യൂട്ടർ സൗജന്യമായി അനുവദിച്ചപ്പോൾ 2 മക്കൾ ഉള്ളതുകൊണ്ട് 2 എണ്ണം തന്നെ വേണമെന്ന് ശഠിച്ച് ഉളുപ്പില്ലാതെ അത് കൈക്കലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിലുണ്ടെന്ന് മുൻ CPM സഹയാത്രികനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ. ആ സിംഗങ്ങൾ ചെറിയ ആളുകളല്ല, സാക്ഷാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെന്ന് ശക്തിധരൻ തുറന്നടിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യേണ്ടത് ലാപ്ടോപ്പാണെന്ന് മുഖ്യമന്ത്രി ശഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അത് പിടിക്കാതെ വന്നത്? ലാപ്ടോപ്പിനോട് അദ്ദേഹത്തിനെന്തേ ഇത്ര അലർജി? CPMന് കമ്പ്യൂട്ടർ എന്നാൽ ഇന്ന് ഭദ്രദീപമാണ്. പണ്ട് കരിന്തിരി കത്തിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. കാലത്തിനനുസരിച്ച് CPM മാറി, പക്ഷേ അത് ചെന്നിത്തല കാണുന്നില്ല. പാർലമെന്റ് അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഓരോ കമ്പ്യൂട്ടർ സൗജന്യമായി അനുവദിച്ചപ്പോൾ 2 മക്കൾ ഉള്ളതുകൊണ്ട് 2 എണ്ണം തന്നെ വേണമെന്ന് ശഠിച്ച് ഉളുപ്പില്ലാതെ അത് കൈക്കലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിലുണ്ട്. ആ സിംഗങ്ങളുടെ പേര് വേണമോ? ചെറിയ ആളുകളല്ല, സാക്ഷാൽ പോളിറ്റ് ബ്യൂറോകൾ. ചെഗുവേര വിപ്ലവം മൂപ്പിച്ചെടുക്കാൻ വിപ്ലവ സഖാക്കളെയും കൊണ്ട് തെരുവു വിളക്ക് എറിഞ്ഞു പൊട്ടിച്ച് പരിശീലിച്ചതുപോലെയാണ് ഇതും. റെവല്യൂഷൻ ഇൻ റെവല്യൂഷൻ എഴുതിയ റജീസ് ദീബറയെ കമ്പ്യൂട്ടർ ഇൻ കമ്പ്യൂട്ടർ എഴുതിച്ച പുത്തൻ മാർക്സിസമെന്ന് കളിയാക്കി ശക്തിധരൻ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഇരു സഭകളിലെയും മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും ഓരോ കമ്പ്യൂട്ടർ നൽകാനാണ് ആദ്യം തീരുമാനിച്ചത്. ആർത്തിപൂണ്ട ചിലർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. ഇതിന് ഓരോ സഭയിലും വെവ്വേറെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഒരു സഭയിൽ CPM ആയിരുന്നു കമ്മിറ്റി നേതാവ്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഒപ്പിച്ച കുതന്ത്രമനുസരിച്ച് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് കൂടി ഓരോ കമ്പ്യൂട്ടർ കൂടി ഒപ്പിച്ചെടുത്തു. ഇതറിഞ്ഞപ്പോൾ ഒരെണ്ണം മാത്രം കിട്ടിയവരുടെ മുറുമുറുപ്പായി. അപ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കാർ പ്രതിഷേധം ഉയർത്തി. അവസാനം സഭ തീരുമാനിച്ചത് ഓരോ പാർട്ടിയുടെയും സഭയിലെ നേതാക്കൾക്ക് കൂടി ഓരോന്ന് കൊടുക്കാനാണ്. ഇതോടെ രാജ്യസഭയിൽ CPM 4 എണ്ണം തരപ്പെടുത്തി. പക്ഷേ ബാലനന്ദന് കിട്ടിയ 2 എണ്ണവും ദില്ലിയിലെ ട്രേഡ് യൂണിയനുകൾക്ക് സൗജന്യമായി കൈമാറി. മറ്റൊരു നേതാവ് കിട്ടിയ 2 എണ്ണവും 2 മക്കൾക്കായി വീതം വെച്ചുവെന്നും ഇതിൽ കൂടുതൽ ഒരക്ഷരം ഞാൻ ഇക്കാര്യത്തിൽ എഴുതില്ലെന്നും ശക്തിധരൻ കുറിക്കുന്നു. ബുദ്ധിയുള്ളവർ ചിലപ്പോൾ പറയും എക്സ് കമ്മ്യൂണിസ്റ്റ് എപ്പോഴും ആന്റി കമ്മ്യൂണിസ്റ്റിനേക്കാൾ അപകടകാരിയാണ് എന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം വിളിച്ചു പറയുന്നത് എന്ന്. അതൊക്കെ കേട്ടാൽ യേശുന്ന കാലമുണ്ടായിരുന്നു. അതൊക്കെ ദ്രവിച്ചു പോയി സഖാക്കളെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിക്കുന്നു.